ഞങ്ങൾ കാസർഗോഡ് ഒരു പെരുന്നാഘോഷം കണ്ടെങ്കിലാ പെരുന്നാൻ്റെപ്പം ചുടലും വെടി പൊട്ടിക്കലും മൈലാഞ്ചി വെക്കലും ബിരിയാണി വെക്കലും കോഴി കാച്ചലും പിള്ളേരെല്ലാം പുതിയ കുപ്പായെല്ലാം ഇട്ടിട്ട് അപ്പുറത്തിപ്പുറത്ത് പൊരക്ക് പോലും പെരുന്നാൾ പൈസ കൊടുക്കലെല്ലായിട്ട് ഒരു പൊലിസുള്ള ഒരു പെരുന്നാളിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ പെരുന്നാളിൻ്റെ അപ്പം എല്ലാം ചുട്ടിട്ട് റെഡിയാക്കിയിട്ട് വെക്കും. ഞങ്ങളവിടെ കൊട്ടയപ്പം ബാട്ടുവത്തൽ കേക്കപ്പം അച്ചപ്പം ഈത്തപ്പായം കാച്ചി ഇത്രയും പെരുന്നാളിൻ്റെ അപ്പം ഉണ്ടാക്കിയതിന്. അപ്പോൾ ഈത്തപ്പായം കാച്ചി എൻ്റെ ഫേവറേറ്റ് അപ്പവേ. പിന്നെ പെരുന്നാളിൻ്റെ തക്ബറെല്ലാം പറഞ്ഞ് പെരുന്നാൾ ഉറപ്പായതിനു ശേഷം വെടി പൊട്ടിക്കലാണ് മെയിൻ. പിന്നെ മൈലാഞ്ചി വെക്കും. പിള്ളേർക്കെല്ലാം മൈലാഞ്ചി വെക്കുന്ന ഒരു പൊൽസ് തന്നെ. പിന്നെ പെരുന്നാൾ പൈസ കൊടുക്കണം പിള്ളേർക്കെല്ലാം. അപ്പോൾ അതിനുള്ള ഈദി കടൽ ഞാൻ മുമ്പേ റെഡിയാക്കി വെച്ചിന്. പിന്നെ സമയം കിട്ടില്ല അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ പെരുന്നാളിൻ്റെ കാലത്ത് നമ്മൾ പൊരുക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ട് ജ്യൂസും പെരുന്നാളിൻ്റെ പോലെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. കായാച്ചും കേങ്ങാച്ചും ഉമ്മ കാലത്താക്കിയത്. പിന്നെ ബിരിയാണിയിലാണ് നമുക്ക് എന്ത് പെരുന്നാൾ ബിരിയാണിക്കുള്ള നെയ്ച്ചോറും മസാലയെല്ലാം റെഡിയായി ദമ്മിട്ടിട്ട് ഉമ്മ കോയും കാച്ചി. പിന്നെ ആദമും സേനെല്ലാം റെഡി ആയിട്ടാകുമ്പോഴത്തേക്ക് അവർക്കുള്ള പെരുന്നാൾ പൈസ ഉപ്പപ്പാവും മാമാവും ചാച്ചാവും മൂത്തമാവും എല്ലാവർക്കും കൊടുത്ത് പിള്ളേർക്ക് പൊൽസ്. പിന്നെ നമ്മൾ പിള്ളേരെല്ലാം റെഡി ആയിട്ട് അപ്പുറത്തിപ്പുറത്തെ പൊരക്കെല്ലാം പോകും. ആടാണെങ്കിൽ ഓറുണ്ടാക്കി പെരുന്നാൻ്റെ അപ്പം ജ്യൂസ് അങ്ങനെ ഓരോരോ പൊരയിൽ ഓരോരോ തരമായിട്ടുണ്ടാവും. അപ്പുറത്തിപ്പുറത്തെല്ലാം പോകുന്ന ആ ഒരു പൊലിസ് വേറെ തന്നെ. പിന്നെ ഞാൻ പിള്ളേർക്കെല്ലാം പെരുന്നാൾ പൈസ കൊടുത്ത് എൻ്റെ പിള്ളേർക്കും പെരുന്നാൾ പൈസ എല്ലാം കിട്ടീന്. അത് കഴിഞ്ഞിട്ട് നേരെ റാഷീൻ്റെ അവിടെ പോയി. അവിടെ ഞങ്ങൾ എല്ലാവരും ഒക്കെ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ റിക്ഷയിൽ മാമാൻ്റെ അടുക്ക് പോയി. എല്ലാവരായിട്ടും ഒക്കെ ഇങ്ങനെ പോകാൻ എന്തോ ഒരു പൊലിസ് തന്നെ വേടത്തിട്ട് അടുത്ത ജ്യൂസ് അപ്പെല്ലാം തോന്നിട്ടായിട്ട് പിന്നെ മാമളമെല്ലാം മൈലാഞ്ചിൽ വെച്ചിട്ടുണ്ടായി. പിന്നെ അപ്പുറത്തിപ്പുറത്തെ പൊരക്കെല്ലാം പിന്നെയും പോകാനുണ്ടായി. അതെല്ലാം പോയിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്ക് ഉമ്മ ബുത്തുമെല്ലാം പിള്ളേർക്ക് പെരുന്നാൾ പൈസ എല്ലാം കൊടുത്ത് ഞാൻ അങ്ങോട്ടേക്കും കൊടുത്ത് അവിടെ എൻ്റെ പൊരക്ക് വന്നിട്ടാകുമ്പോഴത്തേക്കും എൻ്റെ കാക്കാൻ്റെ മക്കളെല്ലാം വന്നിട്ടുണ്ടായി. ഓരൊക്കെ പൊലിസാക്കി പിന്നെ ഏട്ടത്തി വന്ന് അങ്ങനെ നല്ല പാങ്ങുണ്ടായിന്. ലാസ്റ്റ് ഇതാ പിള്ളേരെ പെരുന്നാൾ പൈസ ഉണ്ടല്ലോ ഓർക്ക് അതൊരു പൊലിസ്. ഇത്രയാണ് ഞങ്ങളുടെ നാട്ടിലൊരു പെരുന്നാഘോഷം. വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിലെങ്ങനെ പെരുന്നാഘോഷം വെടി പൊട്ടിക്കലുണ്ടോ പെരുന്നാൾ പൈസ കൊടുക്കലുണ്ടോ പെരുന്നാൾ അപ്പം ഉണ്ടോ അതെല്ലാം കമൻ്റ് ആക്കുക. താങ്ക് യു.